കറികളൊന്നുമില്ലാണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണേ. നമുക്ക് പാനിലേക്ക് സൺഫ്ലവർ ഓയിലും ബട്ടറും ചേർത്തൊന്ന് ചൂടായി വരുമ്പോൾ 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും ചേർത്ത് ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഒരു വലിയൊരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ടേ. 5 മുട്ടയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് മുട്ടയൊന്ന് നല്ല വെന്ത് വരില്ലേ അതുവരെ വെയിറ്റ് ചെയ്യാം. വെന്തതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്ത ക്യാബേജും ക്യാപ്സിക്കവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ചെടുത്തേക്കുന്ന ബസ്മതി റൈസാണ്. ഇതിൽ നിന്ന് നമുക്ക് പകുതി പോർഷൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ചോറിന് നല്ല സോഫ്റ്റും ടേസ്റ്റും കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയിലയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.